അതാ നമ്മുടെ ഓപ്പൺ കോഴ്സിന്റെ ഇന്നത്തെ ക്ലാസ് നമുക്ക് മീർ തക്കി മീറിന്റെ ഒരു ഗസൽ പരിചയപ്പെടാം. ഹസ്തി അപ്പനി ഹുബാബ് കീസി ഹെ എന്ന് തുടങ്ങുന്നതാണ് ഈ ഗസൽ. നേരത്തെ നിങ്ങൾക്ക് ഞാൻ മീർ തക്കി മീറിനെ കുറിച്ച് കൊണ്ടുള്ള ഡീറ്റെയിൽസ് മലയാളത്തിൽ അയച്ചിരുന്നു. ശേഷം നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ ഒരു ഗസൽ. ഹസ്തി അപ്പനി ഹുബാബ് കീസി ഹെ, യേ നുമായിഷ് സറാബ് കീസി ഹെ. അപ്പൊ ഇതിൽ പറയുന്നത് ഹസ്തി അപ്പനി ഹസ്തി, എന്റെ ജീവിതം അല്ലെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെയാണ്. ഹുബാബ് കീസി ഹെ, ഒരു വെള്ളത്തിലെ ഒരു കുമിള പോലെയാണ്, ഒരു ജലകുമിള പോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. യേ നുമായിഷ് സറാബ് കീസി ഹെ, ഇവിടെ നമ്മളെ കാണുന്ന എല്ലാ പ്രകടനങ്ങളും, നമ്മളെ കാണുന്ന എല്ലാ കാഴ്ചകളും, നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷമാകുന്ന എല്ലാ സംഭവങ്ങളും, നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന എല്ലാം ഇതെന്താണ്? സറാബ് കീസി ഹെ, എല്ലാം ഒരു മരീചിക പോലെയാണ് എന്നാണ് ഇതിന്റെ നേരെ അർത്ഥം. അപ്പൊ ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോ ഇത് ഞാൻ ആദ്യം ഇദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്ക് പറയാണ്. ഇവിടെ പ്രശസ്ത കവി മീർ തക്കി മീറിന്റെ, പ്രശസ്ത ഉറുദു കവി മീർ തക്കി മീറിന്റെ ഗസലിലെ ഒരു ഈരടിയാണിത്. ഖുദായ സുഹൻ അഥവാ കവിതയുടെ തമ്പുരാൻ എന്നുള്ള പേരിലാണ് അദ്ദേഹം പ്രശസ്തനായത്, അറിയപ്പെടുന്നത്. അനിതര സാധാരണമായ ശൈലിയിലാണ് കവി ഇവിടെ ഈ നശ്വരമായ ജീവിതത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ജീവിതം എന്നത് നിമിഷ നേരം കൊണ്ട് ഇല്ലാതാവുന്ന ഒരു ജലകുമിള പോലെയാണ്. ജീവിതത്തിനിടയിൽ നാം കാണുന്ന ഓരോ വസ്തുക്കളും, ഓരോ കാഴ്ചയും, ഓരോ പ്രതിഭാസവും അത് യഥാർത്ഥത്തിൽ ഒരു മരീചിക പോലെയാണ്, ഒരു തോന്നൽ പോലെയാണ്. മരീചിക എന്ന് പറഞ്ഞാൽ നമ്മൾ മരുഭൂമിയിൽ കാണുന്ന നല്ല ചൂടുള്ള സമയം, ആ സമയത്ത് നമുക്ക് ദൂരേക്ക് നോക്കുമ്പോൾ അവിടെ വെള്ളം ഉള്ളതായിട്ട് തോന്നുന്നു. അതുപോലെ ഇങ്ങനെയുള്ള ഈ തോന്നൽ, ഇതാണ് മിറാഷ്, ഇതാണ് ഈ മരീചിക പോലെയാണ് നമ്മളുടെ ഈ ജീവിതത്തിൽ നമുക്ക് കാണുന്ന എല്ലാ വസ്തുക്കളും, എല്ലാ കാഴ്ചകളും. അഥവാ ഉദ്ദേശിച്ചതാണ്, നാം കാണുന്ന ഓരോ കാഴ്ചയും, നാം കാണുന്ന എല്ലാ ഓരോ വസ്തുക്കളും അത് വളരെ പെട്ടെന്ന് തന്നെ നശിക്കുന്നതാണ്. നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചെറുതാണ്. വളരെ ചെറുതാണ്, ഒരു ജലകുമിള പോലെയാണ്, വളരെ ചെറുതാണ് എപ്പോഴും. എന്നിട്ട് കാണുന്നതെല്ലാം, നമ്മൾ ഈ കാണുന്ന എല്ലാ വസ്തുക്കളും റിയൽ അല്ല, എറ്റേണൽ അല്ല. പകരമായി എന്താണ്? ഇതെല്ലാം ഒരു മായയാണ്, നിത്യമാണ്. എന്നുവെച്ചാൽ ഒരു സ്ഥായി സ്വഭാവമുള്ളതല്ല. ലൗകികമായ വസ്തുക്കളിലൂടെ നമുക്ക് നിത്യസന്തോഷം അഥവാ ശാന്തി ഇതൊന്നും ലഭിക്കുന്നില്ല. എന്ന് വെച്ചാല് ലൗകികമായ ഈ ലോകത്ത് നമ്മൾക്ക് കാണുന്ന ഈ വസ്തുക്കളിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, എന്നും നമ്മൾക്ക് സന്തോഷം, ശാന്തി ഇത് നമുക്ക് ലഭിക്കൂല. എന്ന് വെച്ചാല് നമുക്ക് തൽക്കാലം കിട്ടുന്ന ശാന്തി, സമാധാനം ഇതൊക്കെ വേറെ കാര്യം. ഇതിനപ്പുറം നമുക്ക് ഒരു യഥാർത്ഥ ശാന്തിയും സമാധാനവും കിട്ടൽ എപ്പോഴാണ്? മരണശേഷമാണ്. അപ്പൊ അതുകൊണ്ട് അതുവരെ ഇവിടെയുള്ള ഈ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെള്ളത്തിന്റെ കുമിള പോലെയുള്ള അത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫ്, വളരെ ചെറുതാണ്. ഇനി മരുഭൂമിയിലെ മരീചിക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്ക് അടുത്തെത്തുമ്പോഴാണ്, ആ മരീചികയുടെ അടുത്തേക്ക് നമ്മൾ നടന്നു നീങ്ങുന്നു, അങ്ങനെ അടുത്തെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് വെറും ഒരു തോന്നലായിരുന്നു, ഇത് യാഥാർത്ഥ്യമല്ലായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ഇവിടെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഫിലോസഫിയാണ്. എന്താണ് ജീവിതം, എത്രത്തോളം ഉണ്ട്, എത്രത്തോളം അതില് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാല് കവി ഒരു ജലകുമിളയോട്, എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതം നമ്മൾ എന്ത് ചെയ്യാണ്? കുറഞ്ഞ സമയത്തുള്ള ഒരു ജീവിതം മാത്രമാണ് നമുക്കുള്ളത്. ഒരു 60 വയസ്സ് 70 വയസ്സ് ഈ ഒരു കാലമൊക്കെയാണല്ലോ അധികം ആളുകൾ ജീവിക്കുന്നത്. അപ്പൊ ഇത്രയും ഈ ഒരു കാലം എന്ന് പറഞ്ഞാൽ നമുക്കത് വലിയ കുറെ കൂടുതലുള്ളതായിട്ട് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുന്ന് ഈ ലോകത്ത് ജനിച്ച ഏതൊരാൾക്കും മരണം അത് ഉറപ്പാണ്. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും എങ്ങനെയായാലും തീർച്ചയായും അത് സംഭവിക്കാതിരിക്കൂല.
അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പെട്ടെന്ന് തന്നെ കടന്നു പോകും. ഇതെന്താണ്, ഈ ഒരു ചെറിയ സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് എന്ത് ചെയ്യണേ, അഹങ്കാരങ്ങളോ മറ്റോ അല്ലെങ്കിൽ വിദ്വേഷമോ വെച്ച് പുലർത്തുവാനുള്ള നേരെ നമുക്ക് ഇവിടെ ഇല്ല. കാരണം നമുക്കുള്ള എന്താണ്, ഈ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ലത് നമ്മൾ ചെയ്താൽ അതാണ് നമുക്ക് എന്ത് കിട്ടുക, എന്നും നമുക്ക് ശാന്തിയും സമാധാനവും മേകുക. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സ്വർഗം ലഭിക്കുക. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പടച്ചവന്റെ ഉദ്ദേശ മാർഗത്തിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഉന്നത സ്ഥാനങ്ങൾ നമുക്ക് അടുത്ത ജന്മത്തിൽ ലഭിക്കുന്നത്, അല്ലെങ്കിൽ പരലോകത്ത് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അതുവരെ നമ്മൾ ഈ കാണുന്ന ഈ ചെറിയ ജീവിതം നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അഹങ്കരിക്കേണ്ടതില്ല. ഏതുപോലെയാണ്, എപ്പോഴും നശിക്കാവുന്നതാണ് നമ്മളുടെ ഈ ജീവിതം എന്നുള്ളത്. അപ്പൊ ഇതാണ് ഇദ്ദേഹം ഈ ഒരു വരിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഈരടിയിലൂടെ അവതരിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ ഫിലോസഫിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അടുത്ത് നോക്കാം. നാസുക്കി ഉസ്കെ ലബ് കി ക്യാ കഹിയേ, നാസുക്കി ഉസ്കെ ലബ് കി ക്യാ കഹിയേ, പങ്ഖുടി ഏക് ഗുലാബ് കി സി ഹെ. ഗസലിന്റെ കാര്യം, ഓരോ ഈരടിയും അടുത്ത ഈരടിയുമായിട്ട് ആശയബന്ധങ്ങൾ ഉണ്ടാവാറില്ല. പൊതുവിൽ വളരെ കുറച്ച് മാത്രമേ, കുറച്ചുള്ള സാഹചര്യം ചില കവികളുടെ ചില പ്രത്യേക ഗസലുകൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് എങ്കിലും ആശയപരമായിട്ട് അടുത്ത ഈരടിയുമായിട്ട് ബന്ധം ഉണ്ടാവാറുണ്ട് എങ്കിലും പൊതുവെ ഗസലുകൾക്ക് അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല തൊട്ടടുത്ത ഈരടിയുമായിട്ട് കണക്ഷൻ വേണം എന്നുള്ള. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാവുന്നതുമാണ്. നോക്കാം. നാസുക്കി ഉസ്കെ ലബ് കി ക്യാ കഹിയേ, പങ്കുടി ഏക് ഗുലാബ് കി സി ഹെ. ഇവിടെ പറയുന്ന അർത്ഥം നേരത്തെ പറയണമെന്നെങ്കിൽ അവളുടെ ചുണ്ടിൻ നൈർമല്യത്തെ കുറിച്ചുകൊണ്ട് എന്ത് പറയാൻ, നാസുക്കി സോഫ്റ്റ്നെസ്, ഉസ്കെ ലബ് കി അവളുടെ ചുണ്ടിന്റെ ആ ഒരു സോഫ്റ്റ്നെസ്സിനെ കുറിച്ചുകൊണ്ട് ക്യാ കഹിയേ, വാട്ട് ഐ വിൽ സേ, ഞാൻ എന്ത് പറയും. പിന്നെ പങ്കുടി ഏക് ഗുലാബ് കി സി ഹെ, അവളുടെ ഈ ഒരു എന്ന് വെച്ചാല് ചുണ്ടുകള് അത് എങ്ങനെയാണ്, ഗുലാബ് കി സി ഹെ, ഗുലാബ് കി ജോ ഗുലാബ് റോസാപ്പൂവിന്റെ ഇതൾ പോലെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലൂടെ കവി ചെയ്യുന്നതെന്ന് വെച്ചാല് ആ കാമുകനാവാം കാമുകിയുമാവാം ആരുമാവാം. ഇവിടെ വെച്ച് നമ്മൾ പൊതുവെ ഒരർത്ഥത്തിൽ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ കാമുകി എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഇവിടെയാണ് എടുക്കുന്നത്. കാമുകി അല്ലെങ്കിൽ കാമുകൻ ഏതുമാവാം. ഇവിടെ ഈ ഈരടിയില് കവി പറയുന്നതെന്ന് വെച്ചാല് ഈ കവി കാമുകിയുടെ അംഗലാവണ്യ വർണ്ണന മീൻസ് ശാരീരിക അവരുടെ എന്ന് വെച്ചാൽ അവരുടെ ശാരീരിക അല്ലെങ്കിൽ അവയവങ്ങളെ കുറിച്ച് കൊണ്ടുള്ള വർണ്ണനയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. കാമുകി ഏറെ സുമുഖിയും സുന്ദരിയുമാണ്. അവളുടെ നൈർമല്യം, സോഫ്റ്റ്നെസ് അതിന് പകരം വെക്കാനില്ലാത്തതാണ്. റോസാപ്പൂ ഇതൾ പോലെയാണ്, വശ്യവും വളരെ കോമളവുമാണ്, അല്ലെങ്കിൽ സുന്ദരമാണ്, മനോഹാര ഉള്ളതാണ്. ഈ അർത്ഥങ്ങളൊക്കെയാണ് അതിന് വരുന്നത്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ കവി സാധാരണഗതിയിൽ അവതരിപ്പിക്കുന്നതിനപ്പുറം മറ്റൊരു രൂപത്തിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കവി കാമുകിയുടെ ചുണ്ടുകളെ റോസാപ്പൂവിന്റെ ഇതളകളോടാണ് ഉപമിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയും സോഫ്റ്റ്നെസ്സിനെ സൂചിപ്പിക്കുവാനാണ്. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചുണ്ടുകൾ എന്ന് പറഞ്ഞാല് അത് ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണല്ലോ. അപ്പോ ആ അർത്ഥത്തിലാണ് ഇവിടെ കവി എന്ന് വെച്ചാല് കാമുകിയുടെ അംഗലാവണ്യ വർണ്ണനയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. ചഷ്മെ ദിൽ ഖോൽ ഇസ് ബി ആലം പർ യാ കി ഔഖാത് ഖ്വാബ് കി സി ഹെ. ഇതിന് പറയുന്നത് ചഷ്മെ ദിൽ, ദിൽ കെ ചഷ്മ. എവിടെ പറയുന്നത് ഖോൽ ഇസ് ബി ആലം പർ. ഇവിടെ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, മനസ്സിന്റെ ഹൃദയത്തിന്റെ കണ്ണുകൾ. അത് ചഷ്മ ദിൽ എന്ന് പറഞ്ഞാൽ ദിൽ കെ ചഷ്മ ഹെ, കണ്ണിന്റെ. ദിൽ എന്ന് പറഞ്ഞാൽ മനസ്സ്, ചഷ്മ എന്ന് പറഞ്ഞാല് കണ്ണിനെ വളർത്തുണ്ട്. അപ്പൊ മനസ്സിന്റെ കണ്ണിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഖോൽ അത് നിങ്ങൾ തുറന്നിട്ട് ഇസ് ബി ആലം പർ ഈ ഒരു ലോകത്തെ നിങ്ങളൊന്ന് കണ്ടിടുക. കൃത്യം കണ്ണുകളാൽ കണ്ടിടുക. നാം ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സുകൊണ്ടാണ് കാണേണ്ടത്, കണ്ണുകൾ കൊണ്ടല്ല. മനസ്സിന്റെ കണ്ണുകൾ കൊണ്ടാണ് കാണേണ്ടത്.
അപ്പോഴറിയാം നമുക്ക് എന്താണ് ഇവിടെയുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഓരോ സ്ഥാനമാനങ്ങളും ഓരോ പദവിയും ഇവിടെയുള്ള എല്ലാം അതെന്തായിരുന്നു? ഖ്വാബ് കി സിഹി, ഇതൊക്കെ ഒരു സ്വപ്നം പോലെയായിരുന്നു എന്ന് വെച്ചാൽ ഉറക്കത്തിൽ നമ്മൾ കാണുമല്ലോ സ്വപ്നം, യാഥാർത്ഥ്യമാവണമെന്നില്ല. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഇവിടെ കാണുന്ന ഓരോ വസ്തുക്കളും എന്നാണ് ഇവിടെ പറയുന്നത്. ശരിക്കും നമ്മൾ എന്താണ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, നമ്മൾ യഥാർത്ഥത്തിലും മനസ്സുകൊണ്ട് കാണാത്തത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം യാഥാർത്ഥ്യമായിട്ട് നമുക്ക് തോന്നുന്നത്. ഇവിടെ നോക്കാം, നമ്മളൊരു യാത്രികനെ പോലെയാണ് ഈ ലോകത്ത് വരുന്നതും പോകുന്നതും. യഥാർത്ഥ ജീവിതം മരണശേഷമാണ് ആരംഭിക്കുന്നത്. ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്ന് ഈ ലോകത്തെ കണ്ടിടുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക ഇവിടെയുള്ളതെല്ലാം നശ്വരമാണെന്ന്, മായയാണെന്ന്, മിഥ്യയാണെന്ന്. അതിലൂടെ നമുക്ക് സ്വത്വത്തെയും അത് അപ്പനെ ആക്കും നമുക്ക് തന്നെ തിരിച്ചറിയുവാനും, എന്ന് വെച്ചാൽ നമ്മളെ തിരിച്ചറിയുന്ന നമ്മൾ നമ്മുടെ കഴിവും അതുപോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും എല്ലാം തിരിച്ചറിയുവാനും. ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റുള്ള പരജീവി സ്നേഹവും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇനിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, മറ്റുള്ളവരെ കൂടി നോക്കേണ്ടത്, താങ്ങും തണലും ഇല്ലാത്തവർക്ക് താങ്ങും തണലും ആകേണ്ടത് നമ്മളാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയുമ്പോഴാണ്, കർത്തവ്യബോധമുള്ളവരാകുമ്പോഴാണ്, അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ തിരിച്ചറിയുന്നവരാകുന്നത്. അത് നമ്മളെ തിരിച്ചറിയുമ്പോഴേ, നമ്മുടെ ഉത്തരവാദിത്തം തിരിച്ചറിയുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, മറ്റുള്ളവരെ കൂടി മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട്, ഡ്യൂട്ടി ആയിട്ട്, നമ്മുടെ കടമയായിട്ട്, ബാധ്യതയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ദൈവത്തെയും തിരിച്ചറിയാൻ സാധിക്കുന്നത്, പടച്ചവനെയും തിരിച്ചറിയാൻ സാധിക്കുന്നത്. അല്ലാതെ നമുക്ക് നമ്മളെ തന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ അവനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ദൈവത്തിലേക്ക് ദൈവ സാമീപ്യം ലഭിക്കില്ല എന്നുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ളവർക്കാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെയുള്ള നമുക്ക് ഈ ലഭിക്കുന്ന എല്ലാ സ്ഥാനമാനങ്ങളും ഉത്തരവാദിത്തങ്ങളും പദവികളൊക്കെ ഒരു സ്വപ്നം മാത്രമായിട്ട് തോന്നുന്നത്, യാഥാർത്ഥ്യമുള്ളതല്ല എന്ന് തോന്നുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ പദവിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഉത്തരവാദിത്തമാണല്ലോ നമ്മളെ ഏൽപ്പിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഒരു ആരാധനയായിട്ട്, ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാറുന്നത്. അപ്പോഴാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുന്നത്. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് കാണുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ദൈവവും നമ്മളുടെ പ്രവർത്തനങ്ങളിൽ സന്തുഷ്ടനാവുന്നത്. അപ്പൊ ചെയ്യേണ്ട എന്താണ്, നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന പദവിയാവോ, ഞാൻ ഈ പദവി ഇങ്ങനെ ഇതിൽ അഹങ്കരിക്കാതെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി, കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി, ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കണമെന്നാണ് കവി ഇവിടെ നമ്മോട് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. ഇനി നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്കും അതിന്റെ അർത്ഥവും ഉദാഹരണങ്ങളും ഒക്കെ കൊടുക്കാവുന്നതാണ്. ബാർ ബാർ ഉസ്കെ ദർ പെ ജാതാ ഹും, അടുത്ത വരിയാണ് ബാർ ബാർ ഉസ്കെ ദർ പെ ജാതാ ഹും ഹാലത് അബ് ഇസ്തിറാബ് കി സി ഹൈ. ബാർ ബാർ, അഗെയിൻ ആൻഡ് അഗെയിൻ, വീണ്ടും വീണ്ടും. ഉസ്കെ ദർ എന്നാണ് ദർവാസ എന്നുള്ളതാണ്, വാതിൽ. അവിടെ ഞാൻ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഹാലത് അബ് ഇസ്തിറാബ് കി സി ഹൈ, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഇസ്തിറാബ് കി സി ഹൈ, പരിധി അനിയന്ത്രിതമാണ്. ഇസ്തിറാബ് കി സി ഹൈ, ഉത്കണ്ഠജനകമാണ്. അപ്പൊ ഈ ഒരു രൂപത്തിലേക്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന് നോക്കാം, ഞാൻ ഇതിന് മലയാളം ട്രാൻസ്ലേഷൻ കൊടുത്ത് ഇങ്ങനെയാണ്: അന്വേഷിച്ചിടക്കിടെ അവന്റെ എന്ന് നോക്കാം, വീടിന് മറത്തെത്തി ഇടുന്നു ഞാൻ എന്നും കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അവിടേക്ക് എത്തിച്ചെല്ലുന്നു. ഇത് നമ്മൾ ദൈവത്തോടുമാവാം. അപ്പൊ അവൾ എന്നുള്ളതിൽ അവൻ എന്നാണ് വരിക. എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, ദൈവത്തിനെ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എപ്പോഴും ദൈവത്തിന്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോ ഉത്കണ്ഠജനകമാം വിധം സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ്, എത്തിക്കഴിഞ്ഞ പോലെ എനിക്ക് അനുഭവപ്പെടുകയാണ്. എനിക്കിത് കിട്ടുമോ ഇല്ലേ എന്നുള്ള ഒരു ആശങ്കയിൽ, എന്ന് വെച്ചാൽ എനിക്ക് ദൈവപ്രീതി കിട്ടുമോ ഇല്ലയോ, എനിക്ക് ദൈവത്തെ കാണാനാവുമോ ഇല്ലയോ എന്നുള്ള രൂപത്തിലാണ് ഞാനിപ്പോ ആ ഒരു
എന്ന് വെച്ചാൽ ഒരു ഉറച്ചതായിട്ട് എനിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം വരുന്നത്, നേരർത്ഥം വരുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, പ്രണയ ജീവിതത്തിലെ വിരഹവേദനയെയും അസ്വസ്ഥതയെയുമാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. കാമുകിയെന്നും എന്നും എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് കാമുകൻ ആഗ്രഹിക്കുന്നത്. നമുക്കിവിടെ ദൈവമായിട്ടും കാണാം. കാമുകൻ കാമുകിയെ കാണാൻ ഇടയ്ക്കിടെ കാമുകിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ ആയിരിക്കുന്നു ഇപ്പോഴുള്ള സ്ഥിതി എന്നാണ് ഇവിടെ കവി ഈ ഒരു വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. നോക്കാം അടുത്തത്. മേജ് ബോല കഹാ കി ആവാസ് ഉസി ഖാന ഖറാബ് കീസി ഹെ എന്ന് വെച്ചാൽ ഇവിടെ നോക്കാം. മേജ് ബോല കഹാ ഈ ആവാസ്, ഞാനൊന്ന് പറയുന്നത് കേട്ടപ്പോഴും അല്ലെങ്കിൽ എന്റെ സ്വരം ഒന്ന് കേട്ടപ്പോഴേക്കും കഹാ, അവള് പറഞ്ഞു ഈ ആവാസ്, ഈ ഒരു സ്വരം ഉണ്ടല്ലോ, ഈ ഒരു ശബ്ദം ഇതെനിക്ക് നേരത്തെ പരിചയമുള്ളതാണല്ലോ. ഈ ഒരു സ്വരം ഉസി ഖാന ഖറാബ് കീസി, ഓ ഇത് ആ തകർന്നടിഞ്ഞ വീട്ടിൽ നിന്നുമാണല്ലോ എന്ന്, ഇത് അയാളുടേതാണല്ലോ എന്ന് വെച്ചാൽ ഇതാ ഭ്രാന്തന്റേതാണല്ലോ എന്നൊക്കെ നമുക്ക് പറയാം. വീട് എന്ന് പറഞ്ഞാല് ഖാന എന്ന് പറഞ്ഞാൽ വീട് നടക്കാണ്. അതിന് മറ്റൊരുത്തർക്ക് എന്ത് ചെയ്യാം, മനസ്സ് എന്ന് നോക്കാം. ഓ ഇതാ തകർന്നടിഞ്ഞ ആ ലെവലില്ലാത്ത മീൻസ് ഭ്രാന്തനായി പോയ അയാളുടേതാണ് ഈ സ്വരം എന്ന് ആ രൂപത്തിൽ നമുക്ക് ഇതിനെ അവതരിപ്പിക്കാൻ പറ്റും. നോക്കാം. സ്വരമൻ കേൾക്കുന്ന പാടെ പറയാൻ തുടങ്ങിയിടും കാമുകി ഇതാ തകർന്നടിഞ്ഞ ഗേഹത്തിൽ നിന്നുമാണ്. നിന്നുമുള്ള എന്ന് വെച്ചാൽ ആ രൂപത്തിലാണ് ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഈ ഒരു നോക്കാം, കവി ഇവിടെ പ്രണയത്തിൽ അകപ്പെട്ട കാമുകന്റെ അവസ്ഥയെ ഹാസ്യരൂപേണയാണ് അവതരിപ്പിക്കുന്നത്. പ്രണയത്തിൽ അകപ്പെടുന്നതിലൂടെ കാമുകൻ തന്റെ സർവസ്വവും എല്ലാം കാമുകിക്കായി ത്യജിക്കുന്നു, അവൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്താൻ തയ്യാറാവുന്നു. അവസാനം അയാൾ ഒന്നുമല്ലാതെയായി മാറുന്നു. അപ്പോഴും കാമുകന്റെ വിരഹം കേട്ടിട്ട്, പറച്ചിൽ കേട്ടിട്ട് പറയാൻ തുടങ്ങിയിടും, ആ ശബ്ദം കേട്ടിട്ട് പറയാൻ തുടങ്ങിയിടുന്നത് ഓ ഇത് ആ തകർന്ന വീട്ടിൽ നിന്നുമാണല്ലോ എന്ന്, ഇതാ ഭ്രാന്തനായ അയാളുടേതാണല്ലോ, ഇതാ സുഖലാത് അയാളുടേതാണല്ലോ എന്ന്. ഇതുകൂടി കേൾക്കുമ്പോൾ പിന്നെ എന്താവും അവസ്ഥ, ഇത് കേൾക്കുമ്പോൾ കാമുകന്റെ മനസ്സിലുള്ള ആ ഒരു മാനസികാവസ്ഥ അതും വേദനയും അത് വിവരണാതീതമായി മാറുന്നു എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത നോക്കാം. ആതിശേ ഗം മേ ദിൽ ബുനാ ഷായദ് ദേർ സേ ബോ കബാബ് കി സി ഹെ. ആതിശേ ഗം മേ ദിൽ ബുനാ ഷായദ് ദേർ സേ ബോ കബാബ് കി സി ഹെ എന്ന് വെച്ചാൽ ദുഃഖാഗ്നിയിൽ, ആതിഷ് എന്ന് പറഞ്ഞാൽ അഗ്നി എന്നുള്ളതാണ്, ഗം എന്ന് പറഞ്ഞാൽ ദുഃഖം, അപ്പം ദുഃഖാഗ്നിയിൽ ആതിശേ ഗം ദിൽ മനസ്സ്, ബുന എന്ന് പറഞ്ഞാൽ വേവുക എന്നുള്ളതാണ്. ദിൽ ബുനാ ഹെ ഷായദ് ഒരുപക്ഷെ ഈ ഒരു എന്ന് വെച്ചാൽ ഈ ഒരു ദുഃഖാഗ്നി എന്ന് വെച്ചാൽ ഈ ഒരു ദുഃഖം താങ്ങാനാവാതെ എന്റെ മനം ആകെ എന്ന് വെച്ചാൽ വെന്തുരുക്കി ഇരിക്കുകയാണ്, കരിഞ്ഞു പോയിരിക്കുകയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണ്, കുറെ നേരമായിട്ട് ബൂ ഒരു ഗന്ധം വരുന്നുണ്ട്. ഏതുപോലെയുള്ള ഗന്ധം, കബാബ് കീസി ഹെ, കബാബ് പോലെയുള്ള, കബാബ് മാംസം ചൂടാക്കി ഉണ്ടാക്കുന്നതാണല്ലോ കബാബ്. അപ്പോ ഈ കബാബ് പോലെയുള്ള അതുപോലെയുള്ള സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു അത് എവിടുന്നാണ്, മറ്റെവിടുന്നുമല്ല, അത് എന്റെ തന്നെ മനം ആകെ വെന്തുരുകിയിട്ട് ആ ഒരു മണമാണ് എനിക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നത് എന്നാണ്. നോക്കാം. വിരഹവേദനയുടെ കാഠിന്യമാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. വിരഹ ദുഃഖാഗ്നിയാൽ എന്റെ മനസ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പക്ഷേ വെന്തുരുകിയിട്ടുണ്ട്. ഏറെ നേരമായി കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം വരാൻ തുടങ്ങിയിരിക്കുന്നു. കാമുകൻ സദാസമയവും കാമുകിയെ ഓർത്ത് മനമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ സ്വയം വെന്തുരുകി ഇല്ലാതായി പോകുന്നത് പോലെ കാമുകനും അനുഭവപ്പെടുകയാണ് ഇവിടെ. നോക്കാം അടുത്തത്. ദേഖിയേ അബ്ര കി തര അബ് കെ മേരി ചഷ്മ पर और आब की सी है. देखिए अब्र की तरह आपके मेरे चश्म और आब की सी है. നോക്കാം. ഇവിടെ പറയുന്നത് ദേഖിയെ, ഒന്ന് കണ്ടിടുക, ഒന്ന് കാണുക. എന്താണ് അബ്ര കി തര? അബ്ര എന്ന് പറഞ്ഞാൽ മേഘം ഉണ്ടാവുമല്ലോ, വെള്ളം ഉണ്ടാവുമല്ലോ അതില്. അബ്ര കി തര
അബ്കെ മേഘം പോലെയാണ് ഒന്ന് കണ്ടിടുക. എന്ത്? മേരി ചഷ്മ, എന്റെ ചഷ്മ എന്ന് പറഞ്ഞാൽ കണ്ണ്. മേരി ചഷ്മ, എന്റെ കണ്ണുകൾ എങ്ങനെയാണ്? പുർ ആബ് കീസി, ആബ് എന്ന് പറഞ്ഞാൽ വെള്ളം, പുർ ആബ് എന്ന് പറഞ്ഞാൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്, ധാരധാരിയായി മീൻസ് വെള്ളം അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്റെ കണ്ണ്. ഏതുപോലെയാണ്? മേഘം, മേഘത്തിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പൊ അതുപോലെ എന്ത് ചെയ്യാണ്? നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഉദ്ദേശിച്ച് നോക്കാം, കാമുകന്റെ ദുഃഖസാന്ദ്രമായ മനസ്സിനെയാണ് കവി ഇവിടെ വരച്ചു കാട്ടുന്നത്. കാമുകനെ സംബന്ധിച്ചിടത്തോളം കാമുകിയുമായി അകന്നു കഴിയുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ളതും ഒരിക്കലും ആഗ്രഹിക്കാത്തതുമാണ്. കവി പറയുന്നത് ഇപ്രകാരമാണ്: എന്റെ ഹൃദയം കറുത്തിരണ്ട കാർമേഘത്തെ പോലെയാണ്, ദുഃഖമേറെ സഹിച്ചിട്ടുണ്ട്. ഇനി കാർമേഘം മഴ കോരിച്ചൊരിയുന്നത് പോലെ എന്റെ ഹൃദയത്തിലെ മേഘം വെള്ള എന്ന് വെച്ചാല് കണ്ണുനീരായി കോരിച്ചെറിയാൻ തുടങ്ങിയിരിക്കുന്നു. ഈ ഈരടിയിൽ കവി കാർമേഘത്തെ ഹൃദയത്തോടും മഴയെ കണ്ണുനീരിനോടും ഉപമിച്ചിരിക്കുകയാണ്. നോക്കാം അടുത്തത്. മീർ ഇൻ നിംബാസ് ആംഖോ മേ സാരി മസ്തി ശറാബ് കി സി ഹെ. മീർ, ഇത് അവസാനത്തെ വരിയാണ്, മക്ക എന്ന് പറയാം ഇതിനെ. അപ്പോ കവിയോട് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഓ മീർ എന്നാണ് മീർ എന്നർത്ഥം. അല്ലയോ മീർ, ഇൻ നീംബാസ് ആംഖോ മേ, ഈ പകുതി, നീം എന്നാണ് പകുതി, ബാസ് ആംഖോ മേ, ആങ്ക് എന്നാണ് കണ്ണുകള്, ഈ പകുതി അടഞ്ഞ അല്ലെങ്കിൽ പകുതി തുറന്ന ഈ കണ്ണുകളിൽ സാരി മസ്തി ഷറാബ് കി സി ഹെ, ഈ കാമുകിയുടെ ഈ കണ്ണുകളിൽ എന്താണ്? സാരി മസ്തി, എല്ലാ ലഹരിയും, എല്ലാ മസ്ത് അറിയാലോ, മസ്താവുക എന്നുള്ളത് ലഹരിയും, സാരി മസ്തി എല്ലാ ലഹരിയും, ഷറാബ് കി സി ഹെ മദ്യം പോലെയാണ്. ഉദ്ദേശിച്ച വെച്ചാൽ മദ്യശാലയിലെ മദ്യത്തിന്റെ ലഹരി എങ്ങനെയാണോ ഉള്ളത് അതുപോലെയുള്ള ആ ഒരു ലഹരി ആനന്ദം എനിക്ക് ഈ കാമുകിയുടെ കണ്ണുകളാൽ ലഭിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കാം, ഇത് മക്തയുടെ ഈരടിയാണ്. അപ്പോ കാമുകിയുടെ നേത്രങ്ങളുടെ ആകർഷകത്തെ വർണ്ണിച്ചിരിക്കുകയാണ് ഇവിടെ കവി പറയുന്നത്. അല്ലയോ മീർ, കാമുകിയുടെ പകുതി തുറന്നാൽ പകുതി അടഞ്ഞ കണ്ണുകളിൽ എനിക്ക് മദ്യപാനിക്ക് മദ്യത്തിലൂടെ ലഭിക്കുന്ന ആനന്ദം പോലെ എനിക്ക് ലഭിക്കുന്നു. കാമുകിയുടെ പകുതി മാത്രം തുറന്ന കണ്ണുകളിൽ പ്രണയലഹരി തുളുമ്പി നിൽക്കുകയാണ്. അത് മധുശാലയിലെ മദ്യത്തെക്കാളേറെ ആനന്ദമേകുന്നു എന്നുള്ളതാണ് ഇതിന്റെ നേരെ അർത്ഥം വരുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഗസലിനെ കുറിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത്. ഇനി മീറിനെ കുറിച്ചുകൊണ്ട് നിങ്ങൾ നേരത്തെ നോക്കിയതാണല്ലോ.